പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഞാൻ ഈ വേദിയിലുള്ള ആളുകളെല്ലാം പേരെടുത്ത് പറയുന്നില്ല. ഞാൻ സുരേഷ് സംസാരിച്ചതിന്റെ ബാക്കി സംസാരിച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഈ പാലോട് മണ്ഡലത്തിന്റെ പ്രഭാരിയായി എത്തിയിട്ട് 2.5 വർഷക്കാലമാകുന്നു. ഞാൻ വളരെ അസംതൃപ്തനായിട്ടാണ് ഞാനിവിടെ വന്നത്. കാരണം എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമാണ് എനിക്ക് സംഘടനാ പ്രവർത്തനം നിശ്ചയിച്ചത്. പക്ഷേ ഇന്നെനിക്ക് അഭിമാനമുണ്ട്, ഈ പ്രവർത്തകന്മാർ എല്ലാവരും എന്നോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായി ഞാൻ സ്വീകരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നമ്മുടെ നിയോജക മണ്ഡല കമ്മിറ്റി സംഘടനാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും യഥാർത്ഥത്തിൽ ഇത് സംഘടനാ മണ്ഡലം ഓഫീസ് കൂടിയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളൊക്കെ വരണം എന്ന് വിചാരിച്ച സമയത്ത് ഞാനാണൊരു നിർദ്ദേശം വെച്ചത്, ഈ ഓഫീസ് തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാക്കാം. അപ്പോൾ നമ്മളിവിടെ ചെലവഴിക്കുന്ന പൈസ നമുക്ക് അത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ ഓഫീസിനെ നല്ല ഭംഗിയായ ഓഫീസാക്കി മാറ്റണം എന്നുള്ള നിർദ്ദേശം അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ തന്നെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ഈ പാലോട് മണ്ഡലത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഓഫീസ്, നിരവധിയായിട്ടുള്ള ഏരിയ കമ്മിറ്റി ഓഫീസുകൾ, എവിടെ നോക്കിയാലും ശക്തി കേന്ദ്ര ഓഫീസുകൾ, അങ്ങനെ BJP ഓഫീസുകൾ അല്ലാതെ വേറൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത്.
നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഏറ്റവും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറച്ച് വോട്ട് വാങ്ങിയ ഒരു മണ്ഡലമാണ് വാമനപുരം നിയോജക മണ്ഡലം. നമ്മുടെ ലക്ഷ്യം ഈ മണ്ഡല കമ്മിറ്റിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്, ശക്തി കേന്ദ്ര വിദ്യാർത്ഥിമാരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്, ഏരിയ കമ്മിറ്റി പ്രഭാരിമാരുടെ ഏരിയ പ്രസിഡന്റുമാരെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനം എവിടെ നോക്കിയാലും ശക്തി കേന്ദ്ര ബൂത്ത് ഇത് കേൾക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വളരെ സന്തോഷം തോന്നുന്ന കാര്യം പ്രവർത്തകർക്ക് ഇപ്പോ അഭ്യർത്ഥന തെളിയുന്നില്ല എന്നാണ്. 40 ബൂത്തിൽ താഴെ മാത്രം പ്രവർത്തനമുണ്ടായിരുന്ന ഒരു സ്ഥലം, അതും അങ്ങനെ പറയാൻ സാധിക്കാത്ത തരത്തിൽ വളരെ കുറച്ച് പ്രവർത്തനം മാത്രമുണ്ടായിരുന്ന പാലോട് മണ്ഡലത്തിൽ 95 ബൂത്തുകളിലേക്കാണ് പാർട്ടിയുടെ പ്രവർത്തനം എത്തിച്ചിട്ടുള്ളത്. നമുക്ക് ഉറപ്പായിട്ട് സാധിക്കും, നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാ വീട്ടിലും ആളുകളൊക്കെ പറയുന്നു BJPക്ക് ജയിക്കാൻ സാധിക്കും. സുരേഷ് പറഞ്ഞു, എല്ലാവരും പറയുന്നു BJPക്ക് ജയിക്കാൻ സാധിക്കും. നമ്മുടെ സാഹചര്യം, ഇവിടുത്തെ സാഹചര്യം, ആ സാഹചര്യവും നമുക്ക് അനുകൂലമാണ്. പക്ഷേ നിങ്ങളെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ റിപ്പോർട്ട് പറയുമ്പോൾ, നമ്മൾ ബൂത്തുകളിൽ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് മുഴുവൻ വീട്ടിലാണോ നമ്മൾ പോയിട്ടുള്ളത്. അതാണ് പ്രധാനമായി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. എല്ലാ വീടുകളിലും നിരവധി പ്രാവശ്യം നമുക്ക് പോകാൻ സാധിക്കണം. അങ്ങനെ ആണെങ്കിൽ ഉറപ്പായും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങ പാർലമെന്റിൽ മുന്നേറ്റം ജയിക്കുമ്പോൾ ശ്രദ്ധേയമായൊരു വോട്ടിൽ നിലവാരം നമുക്ക് ഇവിടെ നിന്ന് സമ്മാനിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. എല്ലാവരും എവിടെ നോക്കിയാലും, ഞാൻ എവിടെ ചെന്നാലും അവിടെ എല്ലാം പ്രവർത്തകരുണ്ട്. നിങ്ങൾ ആരും തന്നെ വീട്ടിലിരിക്കുന്നില്ല, നമ്മളെല്ലാം കഷ്ടപ്പെടുന്നു. ആ കഷ്ടപ്പാടിന് 24 ദിവസം കഴിയുമ്പോൾ അതിന്റെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശക്തി കേന്ദ്ര നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ശക്തി കേന്ദ്രം ഉണ്ടായിരുന്നു, അതിനു മുന്നും ശക്തി കേന്ദ്രം ഉണ്ടായിരുന്നു. പക്ഷേ ശക്തി കേന്ദ്ര പ്രവർത്തനം ഇത്രയും ശക്തിയായത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കാണാൻ സാധിക്കും. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് സുരേഷ് യാദവ്, ഞാനായാലും നിങ്ങളെല്ലാവരും. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും ശക്തമായ ഒരു ശക്തി കേന്ദ്ര പ്രവർത്തനം നിങ്ങൾ കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മാത്രമേ എല്ലായിടത്തും 32 ശക്തി കേന്ദ്ര പ്രവർത്തനങ്ങളും ശക്തമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഇത് വിജയിക്കുമെന്ന് നമ്മൾ പറയാനുള്ള കാരണം. അല്ലാതെ ആളുകൾ പറയുന്നതുകൊണ്ട് BJP ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകളൊക്കെ ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ പ്രാവശ്യം CPM ആഗ്രഹിക്കുന്നു, കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നു, ആളുകളെല്ലാം ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യം BJPക്ക് ജയിക്കണം, BJPക്ക് വോട്ട് ചെയ്യണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിനൊത്ത് ഉയർന്നു വന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായി നമുക്ക് സുരേഷ് പറഞ്ഞത് നമുക്ക് ഈ ഓഫീസ് അതിന് പ്രചോദനമാകും. ഈ ഓഫീസിൽ നിന്നാണ് നമ്മളെ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ പോകുന്നത്. ഈ ഓഫീസ് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്ന ഒരു ഓഫീസായി, പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന ഒരു ഓഫീസായി ആണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഓഫീസിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രവർത്തനം അടുത്ത ഗിയറിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അപ്പൊ നമ്മളൊരു പരിപാടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഗിയറൂടെ മാറ്റി 12-ാം തീയതി നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ആരംഭിക്കുകയാണ്. ആ പര്യടന പരിപാടി ഈ പാലോട് മണ്ഡലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരിപാടി. CPM-മാർക്കോ കോൺഗ്രസുകാർക്കോ ഇതുപോലൊരു പരിപാടി നടത്താൻ സാധിക്കാത്ത തരത്തിൽ അതിശക്തമായ ഒരു പരിപാടി നടത്തിക്കൊണ്ട് നമ്മുടെ വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം തിരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.